ഹായ്, എല്ലാവർക്കും ബ്യൂട്ടി ഓഫ് പെറ്റൽസിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ഷീജയാണേ. ഇന്ന് നമ്മുടെ വീഡിയോ ഈ ചെടിയെക്കുറിച്ചാണ്. ഈ ചെടി കണ്ടിട്ട് മനസ്സിലായോ ഇതെന്തുവാണെന്ന്? ഈ ചെടി ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും ഉണ്ട്. ചിലർക്കൊക്കെ മനസ്സിലായി കാണും അവർക്ക് ഈ ചെടി എന്താണെന്ന്. ഇത് നമ്മുടെ പീസ് ലില്ലിയാണ് കേട്ടോ. ഈ 3 കളറിലൊക്കെ വരുന്നുണ്ട്. ഇത് വൈറ്റാണ് കേട്ടോ. വൈറ്റും റെഡും പേർപ്പിൾ കളറിലേയും വരുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇൻഡോറായിട്ട് വളരുന്നൊരു ചെടിയാണ്. പക്ഷേ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എൻ്റെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. അറിയാതെ വെള്ളം കൂടുതൽ ഒഴിച്ചത് അളിഞ്ഞു പോയായിരുന്നു. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാന്റാണ് കേട്ടോ. വീട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ഈ ചെടി ഞാൻ നട്ടിരിക്കുന്നത് ഈ ചട്ടിയുടെ സൈഡിലാണ്. കണ്ടോ? സൈഡിൽ എന്തിനാണ് നട്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൈ പൊട്ട് കിളിർക്കാൻ വേണ്ടിയിട്ട്. നടുക്ക് വെക്കുവാണെങ്കിൽ ചുറ്റിനും ഉണ്ടാകുമ്പോൾ കുറച്ച് തൈകളെ ഉണ്ടാകത്തുള്ളൂ. അതേസമയം നമ്മൾ ഈ ചെടി ഇങ്ങനെ സൈഡിൽ വെക്കുവാണെങ്കിൽ അത് നിറയെ പൊട്ടിക്കിളിർത്തുണ്ടാവും. അതിന് ഉദാഹരണമാണ് ഇങ്ങനെ ഈ ചെടി ഇപ്പം തന്നെ അതിൻ്റെ തൈ പൊട്ടിക്കിളിർത്ത കണ്ടോ. ഞാൻ കൊണ്ടുവച്ചിട്ട് കുറച്ചേ ആയുള്ളൂ. സാധാരണ ഈ ചെടിയിൽ തന്നെ മെയിലും ഫീമെയിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതെല്ലാ ചെടിയും പൂവിടുമെങ്കിലും ഇതിൻ്റെ ഫ്ലവർ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് മെയിലാണോ ഫീമെയിലാണോ എന്ന്. മെയിൽ ഫ്ലവറിനകത്തുള്ളധികം വിത്തുകൾ ഉണ്ടാകാറില്ല. നമ്മുടെ വീട്ടിൽ നടാനായിട്ട് ഒരു 5-6 കാരണങ്ങളുണ്ട്. ഇത് നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. അതുപോലെ തന്നെ ലോ മെയിൻ്റനൻസ് ചെടിയാണ്. അതിന് സൺലൈറ്റ് ഡയറക്റ്റിൻ്റെ ആവശ്യമില്ല. ഇത് ഇൻഡയറക്റ്റായിട്ട് ബ്രൈറ്റ് സൺലൈറ്റാണ് ഇതിന് ആവശ്യമുള്ളത്. നമ്മുടെ റൂമിലൊക്കെ വെച്ച് നല്ലോണം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റാണിത് കേട്ടോ. ഇതിന് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് NPK കൊടുക്കാൻ പറ്റും, അതുപോലെ വെർമി കമ്പോസ്റ്റ് കൊടുക്കാൻ പറ്റും. ഇത് 2 രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം. ഒന്ന് നമുക്ക് ഹൈഡ്രോപോണിക്സ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അല്ലാതെ തന്നെ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വെള്ളത്തിലിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് മണ്ണിൽ ഡയറക്റ്റ് നടാൻ പറ്റും. ഇത് ഞാൻ പോട്ടിംഗ് മിക്സിനകത്താണ് നട്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഡയറക്റ്റ് പോട്ടിംഗ് മിക്സാണ്. ഇതിനകത്തുള്ള മണ്ണ് മിക്സ് ചെയ്തിട്ടില്ല ഞാൻ. ഇനിയും മണ്ണ് കുറച്ച് മിക്സ് ചെയ്ത് നടണം. ഇത് ചെടി വളരുന്നതിൻ്റെ അനുസരിച്ച് മണ്ണ് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് ഞാൻ ഇടയ്ക്ക് ശകലം വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഇല ഡ്രൈ ആവുന്ന സമയത്ത് നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനതിൻ്റെ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. NPK 2-3 തരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അധികം ഇട്ട് കൊടുക്കരുത്, അത് കരിഞ്ഞു പോകും. ഇത് റൂമിൽ വെച്ചിട്ട് പൂവിടുന്നില്ല എങ്കിൽ, നിങ്ങൾ വളം ഇട്ട് നോക്കിയിട്ടും പൂവിടുന്നില്ല എങ്കിൽ ഒരു ദിവസം നിങ്ങൾ പുറത്തൊന്ന് വെക്കുക. ഡയറക്റ്റ് സൺലൈറ്റിലല്ല കേട്ടോ, ഇൻഡയറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് എടുത്ത് അകത്ത് വെച്ചാൽ മതി. അന്നേരം നിറയെ പൂടും. ഇതിന് അധികം വളങ്ങളോ ഫെർട്ടിലൈസറോ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ കെയർ ആണ് ഇതിൻ്റെ. ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇത് വെള്ളം ഒഴിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. നല്ല ഹോളുള്ള ചട്ടിയായിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിന് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ നിറയെ ഉണ്ടാകാറുണ്ട്. എന്നെപ്പോലെ പുറത്ത് താമസിക്കുന്നവർക്ക് ഇത് ഇവിടെ നഴ്സറിയിൽ കിട്ടുമെങ്കിലും ഞാൻ കുറേ പ്രാവശ്യം വെച്ച് നോക്കിയിട്ട് പിടിച്ച് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നാട്ടിൽ നിന്ന് ഞാൻ ജസ്റ്റ് പിഴുതു കൊണ്ടുവന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് കഴുകിയിട്ടാണ് കൊണ്ടുവന്നത്. ഇവിടെ മണ്ണ് നമുക്ക് എയർപോർട്ടിൽ കൊണ്ടുവരാൻ പാടില്ലാത്തത് കൊണ്ട് കൊണ്ടുവരുന്ന ചെടികൾ കഴുകിയിട്ട് നമ്മൾ കൊണ്ടുവരിക. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പിറ്റേന്ന് തന്നെ ഇതുപോലെ പോട്ടിംഗ് മിക്സിനകത്ത് നടുകയാണ് ചെയ്യാറുള്ളത്. റൂമിനുള്ളിൽ വെക്കുമ്പോൾ പൂവിട്ടില്ല എങ്കിലും നല്ല രീതിയിൽ ഇലകൾ വളർന്നു വരാറുണ്ട്. നമുക്ക് റൂം നല്ല രീതിയിൽ അലങ്കരിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഞാൻ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ റൂമിൽ നല്ലതാണ്. നാട്ടിലുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെറിയ സ്റ്റാൻഡൊക്കെ അടിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അവൈലബിൾ ആയിട്ടുള്ള 3 കളർ മേടിച്ചിട്ട് ഡെക്കറേറ്റീവ് പോട്ട്സിലൊക്കെ നട്ടിട്ട് റൂമിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ കാണാനായിട്ട് കേട്ടോ. ഇത് നല്ലൊരു എയർ പ്യൂരിഫയർ ആണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. ഞാനത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർ പ്യൂരിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായുവിനെ ഇത് ശുദ്ധീകരിക്കുന്നുണ്ട്. ഇത് ആ വായുവിൽ അടങ്ങിയിരിക്കുന്ന പൊടി കണങ്ങളെയും ഒക്കെ ഇത് ആഗിരണം ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഇതിനെ നാസ ഒരു ബെസ്റ്റ് പ്യൂരിഫയർ ആയിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കെയറൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇതിൻ്റെ ഫെർട്ടിലൈസറും അതുപോലെ ഇതെങ്ങനെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അധികം വെള്ളം കുത്തി ഒഴിക്കൽ, നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ മണ്ണിൽ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് ഡ്രൈ ആണോ ഇല്ലയോ എന്ന്. ഡ്രൈ ആണെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ചട്ടിക്കൊക്കെ നല്ല ഹോളുള്ളതാണോ എന്ന് ആദ്യമേ നോക്കണം. കാരണം ഇൻഡോർ പ്ലാന്റ്സിന് അധികം വെള്ളത്തിന് ആവശ്യമില്ല. നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്